ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു ഔട്ടിംഗ് ആണ് കേട്ടോ. ഔട്ടിംഗ് എന്നോ ഷോപ്പിംഗ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ചെറിയൊരു കറക്കം അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഔട്ടിംഗ് ആണ്. കാരണം എന്നോട് പറഞ്ഞത് ഒന്ന് പറൂര് പോയിട്ട് നമുക്ക് വേഗം വരാം എന്ന് പറഞ്ഞിട്ട് എന്നെ യാത്ര ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. അവിടെ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിൻ്റെ മുന്നിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സത്യത്തിൽ ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇതാ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു മാള് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് കയറാൻ പോണത്. എറണാകുളത്തുകാരിയാണെന്ന് പറയാൻ മാത്രമുള്ളൂ കേട്ടോ. ഇതുവരെ ലുലു മാളിൽ പോലും ഞാൻ പോയിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളുടെ കയ്യിൽ പൈസ വന്ന സമയത്താണെങ്കിൽ നമുക്കതിന് ടൈം ഉണ്ടാവില്ല. എന്നാലോ ഈ ടൈമുള്ള സമയത്താണെങ്കിലോ പൈസയും ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാണല്ലേ, നമ്മൾ സാധാരണക്കാരുടെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ എൻട്രിയിലോട്ട് കടന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നതെന്ന് പറഞ്ഞാൽ മൈജിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഫോണിന് ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് നല്ല ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയത്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഞങ്ങൾ അപ്പോൾ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഐശുവിനാണെങ്കിൽ ഇരുന്നിട്ട് പറ്റില്ല, അവൾക്ക് അധികം നേരം ഇരിക്കണമെന്നും ഇഷ്ടമല്ല. അങ്ങനെ ഓടി നടക്കോട്ടാ. അവിടെ ഇരിക്കുന്ന ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ചെന്ന് പിടിക്കണിരുന്നു. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഡാമേജ് ആക്കി കഴിഞ്ഞാൽ ഒരു 10 പൈസ ഇല്ലാത്ത ടൈമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ചുമ്മാ വിചാരിച്ചു ഒന്നും കൂടി എല്ലാ ഷോപ്പിലും കറങ്ങിയിട്ട് വരാം. പക്ഷേ ഇവളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട കേട്ടോ. ഊരുണ്ട് മറിഞ്ഞിട്ടാണെങ്കിലും അത് മേടിച്ചെടുക്കോട്ടെ. അപ്പം ഞാൻ പിണങ്ങുമ്പോൾ അച്ഛൻ എന്നെ പിണങ്ങും. നീയൊക്കെ എന്തായിരുന്നു കുഞ്ഞാണല്ലേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറയോട്ടാ. ശരിയാണല്ലേ, ഓരോരുത്തരുടെയും കുട്ടിക്കാലത്തും ഇതേപോലെ വാശി പിടിച്ച് കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞിട്ടുള്ള ഒരു ബാല്യം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഐഷു ഇപ്പോൾ ഭയങ്കര എക്സൈറ്റിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വേണമെന്ന് പറയണില്ല കേട്ടോ. ഓരോ കാഴ്ചകളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പതുക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പം അങ്ങനെ അവൾ നടക്കാമെന്ന്. സാധാരണ നടക്കലില്ല കേട്ടോ, എടുത്തുകൊണ്ട് നടക്കണം. പക്ഷെ ഇതിപ്പോൾ എന്താണെന്നറിയില്ല, നടക്കണുണ്ട്. അപ്പോഴേക്കും എന്താ ഒരു ടോയ് ഷോപ്പ് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും പുള്ളി ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടോ. പിന്നെ ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറി കേട്ടോ. സത്യത്തിൽ ആദ്യമായിട്ട് കയറണ ഒരു ഭാവം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോർമലി കയറണ പോലെ കയറിയതാണ്. പക്ഷേ മൊത്തം പാളിപ്പോയി. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു തെയ്യത്തിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. തെയ്യത്തിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ടീഷർട്ട് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ടീഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടാ. പക്ഷേ പ്രൈസ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. ഒട്ടും എന്താ പറയുക, വേർത്തല്ലാത്തൊരു പ്രൈസായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ അതിൽ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ് പറഞ്ഞു ഭയങ്കര റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്നാലും ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ കയറാതിരിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വേഗം കയറി കേട്ടോ. അപ്പോൾ ഹസ്സിനെ വിളിച്ചപ്പോൾ ഹസ് ഇവള് നിൽക്കണ കാരണം, കൊച്ച് നിൽക്കണ കാരണം മാറി നിൽക്കുന്നത്. കാരണം അവൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുക്കും. അവൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ പോലും അവൾക്കത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാണ്ട് സമ്മതിക്കൂല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളപ്പോൾ കയറിയില്ല കേട്ടോ. ഞങ്ങളപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് സൈഡിൽ കൂടി ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെയും ഒന്നും കൂടി കറങ്ങി റൗണ്ട് അടിച്ചിട്ട് എല്ലായിടത്തും ഒന്നും കൂടി റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് പിന്നെയും ഓരോ ഷോപ്പിലും കയറി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുമിക്കതും സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ബോഡി കെയർ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളുണ്ട്, പെർഫ്യൂംസ് അങ്ങനെയുള്ള ഷോപ്പുകളാണെന്ന് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ ക്ലോത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയുടെ കോമ്പറ്റീഷൻ ആണോന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിൽ നിൽക്കുമ്പോഴും ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഒരു പ്രോഗ്രാം, വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. അത് നമ്മൾ ഈ മാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയില്ലല്ലേ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ആ ഷോപ്പിലുണ്ടായിരുന്നില്ല. എല്ലാം സ്വീറ്റ്സ്, അതായത് ബേക്കറി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഈ കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഐശുവിനാണെങ്കിൽ ചുമയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൾ ചുമച്ച് വല്ല ഛർദ്ദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും കഴിക്കേണ്ട, നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അത് മാത്രമല്ല കേട്ടോ, ഒരു ടീക്ക് തന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് മുകളിലാണെന്ന്. എൻ്റെ അമ്മോ, അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ തീരുമാനിച്ചു നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ ഒരു ക്ലോത്ത് ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ കയറാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല കേട്ടോ. അപ്പോൾ ഹസ് പറഞ്ഞു, നീ അവിടെ കയറിയിട്ട് നിൻ്റെ പ്രൈസൊക്കെ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സ് നിറഞ്ഞോളൂ എന്ന് പറഞ്ഞാണ് കയറ്റിയേക്കണത്. അപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രൈസും നോക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ അമ്മോ, എല്ലാത്തിനും 500 എബോവ് ആണ് റേറ്റ്. അതായത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓൺലൈനിൽ വാങ്ങണ ഒരു 300-400 റേഞ്ചിൻ്റെ ആ ഡ്രസ്സുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 800 മുകളിലോട്ടാണ് എല്ലാത്തിനും പ്രൈസ് വന്നത് കേട്ടോ. ഭയങ്കര കത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഐഷുവിന് ഡെയിലി വെയറിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് പോലും ഭയങ്കര പ്രൈസ് കേട്ടോ. ഒട്ടും വേർത്തല്ലാത്ത ക്ലോത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും എടുക്കാനും നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും കയറാൻ കാരണം ഐഷുവിന് ഓണം സെലിബ്രേഷൻ്റെ പട്ടുപാവാട വേണം. അപ്പം അത് വാങ്ങണമെന്ന് വിചാരിച്ചാണ് കൂടുതലും കയറിയത്. പക്ഷേ പട്ടുപാവാട ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഫ്രോക്ക് ഐറ്റംസ് ആയിരുന്നു എല്ലാം. പിന്നെ ഫ്രോക്ക്, പിന്നെ സ്കേർട്ടും ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും. സത്യത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ നല്ല പ്രൈസായിരുന്നു കേട്ടോ എല്ലാത്തിനും. എനിക്ക് തോന്നുന്നു ഒരു 800-ന് മുകളിലോട്ടാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നത്. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ശരിക്കും ഇതിനൊരു 300-400 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ എല്ലാം ഒന്നും എടുത്ത് നോക്കണമായിരുന്നു കേട്ടോ. ഞാൻ എടുക്കണമൊന്നും അവൾക്ക് ഇഷ്ടപ്പെടണുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനപ്പോൾ ഏതായാലും കയറിയതല്ലേ, ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കണ ഡ്രസ്സുകളൊന്നും ഐഷു മൈൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടണുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ എടുക്കണതെല്ലാം ലാർജ് സൈസിൻ്റെ ആയിരിക്കും കേട്ടോ പുള്ളി എടുത്തുകൊണ്ട് വന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് കണ്ടോ, ഈ കാണുന്ന സിമ്പിൾ ഡ്രസ്സ് കണ്ടോ, ഈ ഒരു ഫ്രോക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ളത്, ആ ഒരു വൈറ്റിൽ റെഡ് വന്നത്, അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു 500 ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 800-900 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഇതായിരിക്കാമെന്ന് തോന്നണം കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്രോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ എല്ലാ ഡ്രസ്സും കൺകുളിർക്കെ കണ്ടും പ്രൈസെല്ലാം കണ്ട് കണ്ണ് ബുൾസേ പോലെ ആയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങണ സമയത്ത് ചേട്ടൻ്റെ വക ഒരു ചോദ്യം, എന്താ നിനക്കിപ്പോൾ സമാധാനമായോ? ഞാൻ പറഞ്ഞു ആയി, ഇപ്പോഴാണ് സമാധാനമായി എന്ന് പറഞ്ഞു കേട്ടോ. സത്യത്തിൽ എനിക്ക് വേഗം ഒന്ന് വീടെത്തിയാൽ മതി എന്നായിപ്പോയി. കാരണം നടന്ന് എൻ്റെ നടു കുടിഞ്ഞിട്ടോ, കാലും നല്ല വേദന ഉണ്ടായിരുന്നു. ഐഷുവിനാണെങ്കിൽ സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ പഠിച്ച പണി നോക്കിയിട്ട് അവസാനം ഞാൻ പറഞ്ഞു പാർക്കിലോട്ട് പോകാം നമുക്ക് അടുത്തതെന്ന് പറഞ്ഞിട്ടോ. അതിനവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.